അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ ചോദിക്കുന്നത്, അവർ അവരുടെ ദുശ്ശാഠ്യത്തിലും പിന്നെ അതേപോലെ നിഷേധത്തിലും ഷടിച്ചിട്ടുണ്ട് എങ്കിൽ എന്താ സംഭവിക്കുക? അവർ വഴികേടിലാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി, ഇവിടെയും അതേപോലെ ഫ എന്നുള്ളത് ഈ ആൻ്റെ മുന്നിലാണ് അതിൻ്റെ സ്ഥാനം. പക്ഷേ ആ വന്നതുകൊണ്ടാണ് ഫ പിന്തിപ്പിച്ചത്. അഫമൻ യംശി എന്ന് പറഞ്ഞാൽ നടക്കുന്നു, മൈ യംശി നടക്കുന്നവൻ. അപ്പം അഫമൈ യംശി എന്ന് പറഞ്ഞാൽ നടക്കുന്നവൻ ആണോ? എങ്ങനെ നടക്കുന്നവൻ? മുകിബ്ബൻ അലാ വജ്ഹിഹി എന്ന് പറഞ്ഞാൽ മുഖം കുത്തി നടക്കുന്നവൻ. മുഖം കുത്തി നടക്കുന്നവൻ. അപ്പൊ മുഖം കുത്തി നടക്കുന്നവൻ ആണോ? അഹ്ദ എന്ന് പറഞ്ഞാൽ ഏറ്റവും മാർഗം സിദ്ധിച്ചവൻ. അഹ്ദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്മു തഫ്ദീലാണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഏറ്റവും മാർഗം സിദ്ധിച്ചവൻ, ഏറ്റവും വലിയ സന്മാർഗി. ഇവിടെ മുഖം കുത്തി നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നമുക്ക് വരാം ഒന്നുകൂടി. പിന്നെ മുഖം കുത്തി നടക്കുന്നവനാണോ അല്ലെങ്കിൽ മുഖം തൂക്കി നടക്കുന്നവനാണോ അഹ്ദ, ഏറ്റവും വലിയ സന്മാർഗി? അമ്മൻ, അതല്ല യാതൊരുവനാണോ? അമ്മൻ, ഇവിടെയൊക്കെ അമ്മൻ എന്നുള്ളതാണ്. അത് രണ്ട് മീമി ചേർന്നപ്പോൾ ഇദ്ഗാം ചെയ്തതാണ്. ഇവിടൊക്കെ അങ്ങനെ തന്നെ അമ്മൻ. ഇവിടൊക്കെ അമ്മൻ, അതല്ല യാതൊരുവനാണോ? യംശി, അവൻ നടക്കുന്നു. സവിയൻ നേരെ ചൊവ്വായ നേരെ. അലാ സിറാത്തിൻ മുസ്തഖീം, എവിടെ നടക്കുന്നത്? സിറാത്തും മുസ്തഖീം, മുസ്തഖീമായ സിറാത്തിൽ. അപ്പോൾ മുസ്തഖീമായ സിറാത്തിൽ നേരെ നടക്കുന്നവനാണോ മുഖം കുത്തി നടക്കുന്നവനാണോ അഹ്ദ, ഏറ്റവും സന്മാർഗം സിദ്ധിച്ചവൻ എന്ന് അള്ളാഹു ചോദിക്കണം. ഈ മുകിബ്ബൻ അലാ വജ്ഹിഹി എന്നുള്ളതുണ്ടല്ലോ, അത് രണ്ട് നിലക്കാകാം. ഒന്ന്, അന്ത്യനാളിൽ അവിശ്വാസികൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ പിന്നെ മുകിബ്ബൻ അലാ വജ്ഹിയാണ്, മുഖം കുത്തിയിട്ടാണ് നടത്തുക എന്നാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല റസൂലുള്ളാഹിനോട് ചോദിക്കുന്നത്, റസൂലെ എങ്ങനെയാണ് മുഖം കുത്തി നടക്കുക എന്ന്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, രണ്ട് കാലിൽ നടത്തിയവന് മുഖം കുത്തിയിട്ട് നടത്താൻ കഴിയും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാ. രണ്ട് കാലിൽ നടത്തിയതാരാ? അള്ളാഹുവാണ്. ആ അള്ളാഹ്ക്ക് മുഖം കുത്തിയിട്ട് ഒരാളെ ഈ കാല് നിലത്ത് കുത്തുന്നതിന് പകരം മുഖം നിലത്ത് കുത്തിയിട്ട് നടത്താനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ മുഖത്തിൽ കുത്തിയിട്ട് നടക്കുക എന്നുള്ളതുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാ. അതായത് ചില അവസ്ഥകളാണ് പരലോകത്ത് ശിക്ഷാർഹനായ ആളുകൾക്ക്. പിന്നെ ഇവിടെ ഈ മുകിബ്ബൻ അലാ വജ്ഹി എന്ന് പറഞ്ഞാൽ മുഖം തൂക്കി നടക്കുക എന്നുള്ളതിനും പറയും. മുഖം തൂക്കി നടക്കലാരാണ്? നമ്മൾ മുഖം ഉയർത്തി നടക്കുന്നവരാണ് മനുഷ്യർ. മുഖം തൂക്കി നടക്കലാരാണ്? ബഹായിമാണ്, കാലികളാണ് മുഖം. മനുഷ്യരെ പോരല്ല. പിന്നെയോ 4 കാലികൾ, 4 കാല് കുത്തി തല എടുക്കാണ്, താഴത്തേക്കാണ്. ഇപ്പോൾ അക്രമക്കുമുള്ള ഈ പോത്തുകളായാലും പശുക്കളായാലും അതേപോലെ തന്നെ മറ്റ് മൃഗങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിലും തലകുത്തിയാണ് നടക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? കാലികളാണ്. അപ്പോൾ ഇവിടെ അതാണ്. പിന്നെ അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി, മുഖം തൂക്കി നടക്കുന്നവനാണോ അഹദ, ഏറ്റവും സന്മാർഗം സിദ്ധിച്ചവൻ? കാലികളാണോ? അമ്മൻ യംശി സവിയൻ, നേരെ നിവർന്ന് നടക്കുന്നവനാണോ ഏറ്റവും സന്മാർഗം സിദ്ധിച്ച ആൾ എന്നാണ് ചോദ്യം. ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ അങ്ങനെ പറഞ്ഞത്. കാലികളാണോ അതല്ല മനുഷ്യനാണോ? നേരെ നടക്കുന്ന മനുഷ്യനാണോ? നേരെ നടക്കുന്ന മനുഷ്യൻ എവിടെയാണ് നടക്കുന്നത്? അലാ സിറാത്തിൻ മുസ്തഖീം.
തല തൂക്കി നടക്കുന്നവൻ ഒരിക്കലും സിറാത്തുൽ മുസ്തഖീമിൽ നടക്കൂല. അതുകൊണ്ട് അവൻ എവിടെ നടക്കണമെന്ന് പറഞ്ഞില്ല, അത് പറയേണ്ട കാര്യമല്ല. പക്ഷെ നേരെ നടക്കുന്നവൻ സിറാത്തുൽ മുസ്തഖീമിലാണ് നടക്കുന്നത്. അപ്പോൾ ആരാണ് അവരിൽ അഹ്ദ, ഏറ്റവും മാർഗം കണ്ടെത്തിയ സിദ്ധിച്ച വ്യക്തി എന്നാണ് ചോദ്യം. വേറെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞില്ല. ഇവിടെ അഫ്മയ്യംഷി മുക്കിബൻ അല വജീഹിഹി, മുഖം കുത്തി നടക്കുന്ന ആളുകളുണ്ട്. അതാരാണ്? പരലോക കോടതിയിൽ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തപ്പെടുന്നവരും മുഖം തീയിൽ കുത്തി വീഴ്ത്തപ്പെടുന്നവരും അങ്ങനെ നടക്കുന്നവരായ ആളുകളാണ്. അതാരാണ്? കുഫറിൻ്റെ വാക്താക്കളാണ്, ഷിർക്കിൻ്റെ വാക്താക്കളാണ്. കുബ്ബത്ത് ഉജൂഹും ഫിന്നാർ, അവരുടെ മുഖങ്ങൾ നരകത്തിൽ കുത്തി വീഴ്ത്തപ്പെടും എന്നുള്ളതാണ്, അവർ തള്ളിയിടപ്പെടും എന്നുള്ളതാണ്.